എന്നാലും എന്ത് പണിയാടാ കാണിച്ചത്? ഇവ നിന്റെ അമ്മയുടെയും വീട്ടുകാരെ കുമ്പ് ഞാൻ മോശക്കാരനായില്ലേ? എന്റെ അളിയ എനിക്ക് ആ പെണ്ണ കൊണ്ട് സെറ്റ് ആയില്ല, ഒരു വൈബില്ല. ഇയാൾ അങ്ങനെ നിനക്ക് അവരോട് നേരിട്ട് പറഞ്ഞുകൂടായിരുന്നു? എന്നെ എന്തിനാണ് എന്നെ കൊണ്ടുവന്നിട്ടത്? അല്ലെങ്കിൽ തന്നെ എന്റെ ഇത് മൊത്തം വള്ളിയാണ്, എന്റെ ജാതകത്തിലുള്ളതാണ്. ഞാൻ പരമേശ്വരൻ നായർ, കേണൽ ആർക്കെ നായരെന്ന് പറയും, റിട്ടയർഡാ. എനിക്ക് 4 ആണും ഒരു പെണ്ണുവാ. ഇവൻ മൂത്തവൻ ബാബു, ആർമിയിലായിരുന്നു, സർവീസ് കഴിഞ്ഞു. ഇതെന്റെ അനിയൻ സാബു. ഞാൻ നേവിയിലാ. ഇത് 3-ാമനാ. ഐ എം രാജു, എയർഫോഴ്സിലാണ്. എന്താന്നറിയത്? യുദ്ധഭൂമിയാ, സകല സേനകളുണ്ടല്ലോ. പിന്നെ ചടങ്ങ് മുടക്കണ്ട. പെണ്ണിന് ചെറുക്കനോട് വല്ലതും സംസാരിക്കാനുണ്ടെങ്കിൽ ആവാം. കൂട്ടുകാരാ, ഒരു മിനിറ്റ് വാ. ഒരു മിനിറ്റേ, ഒരു മിനിറ്റേ. ഇതുവരെ കൊണ്ടുവന്ന ആലോചന പോലെ അല്ല ഇത്. സെറ്റ്. എടാ കോളടിച്ചല്ല. എടാ മുഴുവൻ പട്ടാളക്കാരാ. 1-ാം തീയതി കുപ്പിക്ക് ഒരു മുട്ട ഉണ്ടാവൂല. അത് വിട് മച്ചി. അല്ല, പെങ്കൊച്ചെങ്ങനുണ്ട്? എടാ നല്ല കിണ്ണം കാച്ചി കൊച്ച്, മുള്ളുവലും കളയല്ലേ. എനിക്ക് ഡബിൾ ഓക്കെ. ശരിക്കും ആന്ന്. അയ്യോ വന്നല്ലോ. എന്തായിരുന്നു രണ്ടുപേരുടെ പുറത്തു പോയൊരു സ്വകാര്യം? മിസ്റ്റർ കേണൽ, എനിക്ക് നിങ്ങളുടെ കുട്ടിയെ ഇഷ്ടപ്പെട്ടു. ദൈവമേ. പക്ഷേ എന്നേക്കാൾ കൂടുതൽ ഇഷ്ടപ്പെട്ടത് എൻ്റെ കൂട്ടുകാരനാണ്. അപ്പോ കുട്ടി അവന് കെട്ടിച്ചു കൊടുത്തൂടെ? ഓൾ ദി ബെസ്റ്റ് പെങ്ങളെ. യു ആർ ട്രൂലി ലക്കി. അത് വീട് മഞ്ചി വീടാ. ഞാൻ എന്നാലും നിന്റെ കുടുംബക്കാരുടെ മുമ്പിൽ ഞാൻ മോശമില്ലടാ. പോകണം, വഴക്കണം. അതിന് നീ എന്തിനാണ് എന്റെ വീട്ടുകാർ പറഞ്ഞേക്കാൻ പോകുന്നത്? നീ ഞാൻ പറഞ്ഞേട്ടാ പോരെ? അത് ശരിയല്ല. ഞാൻ നിന്റെ കാര്യം മാത്രം നോക്കിയാ പോലെ. ഞാനെന്താ നിന്റെ വീട്ടുകാര് പറഞ്ഞേ അല്ലേ? അളിയാ, ഒരു കാര്യമുണ്ട്. ഞാനിത് വെള്ളം അടിച്ചിട്ട് പറയണല്ല. നീ എന്റെ ചങ്കടാ, ചങ്ക്. അളിയാ, നീ പറഞ്ഞ ഞാൻ കേൾക്കും, എന്തും കേൾക്കും. എന്തുകൊണ്ടാ? എന്താ എനിക്ക് അത്രക്ക് ഇഷ്ടം. നമ്മുടെ ഈ സ്നേഹം കണ്ടിട്ട് ഈ നാട്ടുകാർ മൊത്തം പറഞ്ഞിട്ട് കുഴപ്പമുണ്ട് നമ്മളെ ഗേയാന്നൊക്കെ. ഷേയല്ല, ഗേ. എക്സ്ക്യൂസ് മീ സാർ, പ്ലീസ്. എടാ, ഞങ്ങൾ നിർത്തിയിട്ടില്ല, ഇനിയുണ്ട്, അടിക്കാനുണ്ട്. ഇനിയും സാധനം ഓർഡർ ചെയ്യാനുണ്ട്. ബില്ലല്ല സാർ. പിന്നെ എന്നാന്ന്? ബില്ലല്ലാതെ കിടന്ന് പട്ടി ഷോ കാണിക്കാണ്ട് കുടിച്ചേച്ച് എഴുന്നേറ്റ് പോടാ. അതിന് ഞാനെപ്പോഴാ പട്ടി ഷോ കാണിച്ച്? ഞാനല്ലേ സാർ, മാഡം എഴുതി തന്നതാ. നീ ആരടി? എന്താടാ എന്താടാന്ന്? ശരി, എന്താ പറഞ്ഞ? എന്താടാ? ആരുടെ ഷോ? നീ ചുമ്മാ ഷോ കാണിക്കില്ലേ? ഞാൻ ഇവിടെ എന്ത് ഷോ കാണിച്ചാടി? ആരുടെ ഷോ കാണിച്ചു? നീ തന്നെയല്ലേ ഷോ? ആര്? ഞാനാ? എന്റെ ഷോ നിനക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ നിനക്ക് ആദർശയുടെ മെഗാ ഷോ ബുക്ക് ചെയ്താൽ അത് പോയി കാണിച്ചു. നീ പോയി കാണും. ഇത് എന്റെ നാട്, ഞാൻ ഇവിടെ നടക്കാൻ. ഇത് എന്റെ നാട്, എന്റെ ബാർ, എന്റെ കാശി, ഞാൻ ഇഷ്ടമുള്ള പോലെ ജീവിക്കും. നീ ആരോട് ചോദിക്കാൻ? Bloody uncouth fellow. എന്താ പറഞ്ഞ? എന്താ പറഞ്ഞു? എന്നുവെച്ചാല് വൃത്തികെട്ടവനെന്നാ നീ.
നീ വൃത്തികെട്ടവള്. നിന്നെയുണ്ടല്ലോ. എടി, നീ അൺകൂത്ത്. നിന്റെ അടുത്തിരിക്കണ ആ ഭ്രാന്തി അൺകൂത്ത്. നിന്റെ അച്ഛൻ അൺകൂത്ത്, അമ്മ അൺകൂത്ത്, ആ നിക്കറട്ടോളില്ലേ അടുത്തിരിക്കണ അവളും അൺകൂത്ത്. നിന്റെയൊക്കെ കുടുംബം മുഴുവൻ അൺകൂത്ത് ഫാമിലി. എന്നാലും അവൾ എന്നെ അൺകൂത്ത്. അളിയ നീ പോടാ. നീ മിണ്ടോ പട്ടി. ആ പെമ്പിള്ളേരെ എൻ്റെ അടുത്ത് ഷോ കാണിച്ചിട്ട് നീ ഒരു വാക്കുണ്ട് അവരോട്. അളിയ അത് നീ അത് വിടളിയ, നീ അത് വിട. വിടാനാ? രണ്ട് തവണ നീ എന്നെ നോക്കിയത് അറിയോ? നീ എന്നോട് മിണ്ടാനും നിൽക്കേണ്ട നീ ഒരു കൊച്ചു പിള്ളേരെ പോലെ. ആ നമ്മളെ കൊണ്ടുപോയി വിളിച്ച് കളിയാക്കുക. അളിയ ആ. അളിയ പ്രതികാരം ചെയ്യണോ? ഇപ്പം ചെയ്യാം. വേണ്ട, എന്റെ കട്ടറിങ്. അല്ലല്ല അങ്ങനെയല്ലേ, അങ്ങനെ ഒരു തളിയെ ഇവിടെ നോക്കിയിട്ട് പോണ്ട. എനിക്ക് പ്രതികാരം ചെയ്യണം, ബിക്കോസ് യു ആർ മൈ ബെസ്റ്റ് ഫ്രണ്ട്. നീ ഒന്ന് പോയടാ, ഞാനില്ല. പക്ഷേ അങ്ങനെ പറയാം. പുറകെ പോയി ഒന്ന് പേടിപ്പിച്ചാലോ? അത് വേണ്ട. അളിയ ആ പുറകെ കുരിപ്പന്നെ ചേർത്തളിയാ. എനിക്ക് പ്രതികാരം ചെയ്യണം, പ്രതികാരം ചെയ്യണം, പ്രതികാരം ചെയ്യണം. കേരളീയ ഞാൻ കണ്ടില്ല. അയ്യോ, എനിക്ക് പ്രതികാരം ചെയ്യണേ. പ്രതികാരം ചെയ്യണം. എന്തിനാ വെറുതെ എല്ലാ പ്രശ്നത്തിലും കയറി തലയിടാൻ പോകുന്നത്? പിന്നെ അവരുടെ പട്ടി ഷോയും സഹിച്ചോണ്ടിരിക്കണമായിരുന്നോ? ഒന്ന് പോയേടി. അതൊക്കെ പോയാ മതിയാ. അങ്ങനെ വിട്ടാൻ പറ്റത്തില്ലല്ലോ അളിയ. ഒരു നമ്മുടെ നാട്ടിൽ വന്ന് അളിയുടെ നേരെ സംസാരിച്ചിട്ട് ചേച്ചി ഉമ്മാരല്ലേ പുറകില്? പണി പാളിയാ. അത് കുഴപ്പമൊന്നുമില്ല. എനിക്ക് പിന്നെ ആകെ വിഷമമായ കാര്യം തന്നത് എന്നെ അൺകൂന്ന് വിളിച്ചതാ. ഇതൊന്ന് പിടിച്ചേ. ആ അതല്ലേ അൺകൂട്ടെന്ന് വിളിച്ചു കഴിഞ്ഞാൽ എന്താണെന്ന് അളിയും പറയുന്നത്. ബാംഗ്ലൂരൊക്കെ ഭയങ്കര തെറിയത്. അതിലേ ഞാൻ പറയാൻ പോണേ. നീ പിടിച്ചിരുന്നു. എവിടായിരുന്നു രണ്ടും? എടാ, ഇത് വേണോ? ഇത് സീനാവൂ? നീ ഇറങ്ങടാ, നീ ഇറങ്ങളിയ. ഗായത്രി, ഇതെന്തോ കോലവാ? എങ്ങനെയുണ്ട്? ഇത് ബാംഗ്ലൂർ അല്ല. എടാ, അത് നമ്മുടെ മലയാളം ടീച്ചറാണ്. നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാനായിട്ട് രണ്ടെണ്ണം കൂടെ അങ്ങ് ഇറങ്ങിയേക്കുവോ? ആടാ പ്രൈവറ്റ് ടീച്ചർ. എന്താ നിങ്ങളുടെ ഉദ്ദേശം? അപ്പൊ ആ പിള്ളേരൊക്കെ മക്കളായിരിക്കില്ലേ? ഗായത്രി. എടാ, ആ മൂത്ത വെച്ച് നമ്മളുടെ കൂടെ എക്സാം എഴുതി വെച്ചല്ലേ, അതിന്റെ പേരെന്തുവായിരുന്നു? ഗായത്രി. ആ ഗായത്രി. എടാ, നമുക്ക് ടീച്ചറിനെ കണ്ടിട്ട് വന്നാലോ? ഇപ്പഴാ ഈ കുടിച്ചിട്ട് നീ വണ്ടി കയറേ. ഇവിടുത്തേതായിട്ടുള്ള കുറെ രീതികളൊക്കെ ഉണ്ട്, മനസ്സിലായോ? മനസ്സിലായി. അമ്മ ഒന്ന് പതുക്കെ. ഞാൻ പറയുന്നതാണോ പ്രശ്നം? കേറിപ്പൊടിയാത്.